ഹായ് ഗെയ്സ്, ഞാൻ ഷാനിക്കടവത്ത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ പ്രധാനമായിട്ട് നമ്മൾ അതിനകത്ത് ഒരു സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ സാധാരണയായി ഏതൊരു ഭാഷയാലും നമ്മളെ മാതൃഭാഷ അത് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് എന്നത് ഒരു വിദേശ ഭാഷയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ മാതൃഭാഷയിൽ നിന്നും വിദേശ ഭാഷയിലേക്ക് എങ്ങനെ പരിവർത്തനം ചെയ്യാം എന്നുള്ള ഒരു ആവശ്യമാണ് ഇവിടെ പ്രധാനമായും ഉള്ളത്. ഉദാഹരണത്തിന് നമുക്ക് വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ പരിശോധിക്കാം. അതിനകത്ത് വേർഡ് ഓർഡർ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ രാമൻ രാവണനെ കൊന്നു. ഇതിനകത്ത് രാമൻ എന്നത് സബ്ജക്റ്റും രാവണന് എന്നത് ഒബ്ജക്റ്റും കൊന്നു എന്നത് വേർബുമാണ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണെങ്കിൽ രാമ കിൽഡ് രാവണ. രാമ സബ്ജക്റ്റ്, കിൽഡ് വേർബ് ആൻഡ് രാവണ ഒബ്ജക്റ്റ്. രാമ കിൽഡ് ഹും രാവണ. ഈ ഹും അല്ലെങ്കിൽ വോട്ട്, വിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന വേർബിന് ശേഷമുള്ള ഭാഗമാണ് ഒബ്ജക്റ്റ്. ഇനി നമുക്ക് അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ SVO സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ് അതുണ്ടാകുക സെൻറ്റൻസിൻ്റെ ആ ഓർഡർ. അതായത് ഒരു സെൻറ്റൻസിനെ സബ്ജക്റ്റ് എന്നും പ്രെഡിക്കേറ്റ് എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. സബ്ജക്റ്റിൽ കുറേ ഭാഗങ്ങളുണ്ട്. ആട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സബ്ജക്റ്റ് ആട്രിബ്യൂട്ടും സബ്ജക്റ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രെഡിക്കേറ്റ് ആണെങ്കിൽ വേർബിന് ശേഷം വരുന്ന അതാണെങ്കിൽ വേർബ് ഉണ്ടാവും. ചില സെൻറ്റൻസിൽ വേർബ് ഉണ്ടാവും. വേർബ് എല്ലാ സെൻറ്റൻസിലും ഉണ്ടാവും. പക്ഷേ ഇവിടെ ചില സെൻറ്റൻസിൽ വേർബും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ടാവും. ചില സബ്ജക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ഉണ്ടാവും. ചില സെൻറ്റൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ഉണ്ടാവും. അതേ സ്ഥാനത്ത് ചില സെൻറ്റൻസിൽ പ്രെഡിക്കേറ്റ് വിഭാഗത്തിൽ ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ഉണ്ടാവും. ഇനി മറ്റൊരു വിഭാഗമാണെങ്കിൽ വേർബിന് ശേഷം ഒബ്ജക്റ്റും അതുപോലെ തന്നെ ആട്രിബ്യൂട്ടും കോംപ്ലിമെൻ്റ് ഓഫ് വേർബ് അതുപോലെ തന്നെ ആഡ്വേർബിയൽ എക്സ്പ്രഷൻസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ ഉണ്ടാവുക. അപ്പം നമ്മൾ ഇതിനകത്ത് കുറേ ഇങ്ങനെ വേർബ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഒക്കെ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ ആ ഓർഡറിനനുസരിച്ച് നമ്മൾ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് കോമൺ എറേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ, അല്ലെങ്കിൽ സാധാരണ ഇംഗ്ലീഷ് ഗ്രാമർ എങ്ങനെ നമുക്ക് നന്നായി ഉപയോഗിക്കാം എന്നതാണ്. ഈ ചില സമയത്ത് ഹാർഡ്ലി, സ്കേഴ്സ്ലി ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെൻ, ബിഫോർ ഇവയൊക്കെ ചേർക്കണം. ഇനി ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിലും ഡയറക്റ്റ് സ്പീച്ചിലും എന്തുപയോഗിക്കാൻ പാടില്ല? ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഒരു സെൻറ്റൻസിൽ എബൌട്ട്, ആഫ്റ്റർ, അറ്റ്, ബിഫോർ, ഫോർ, ഫ്രം, ഇൻ, ഓൺ, ടു എന്നിവയ്ക്ക് ശേഷം പ്രധാന വേർബ് വരികയാണെങ്കിൽ ആ വേർബ് INGൻ്റെ V4 രൂപത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, യു പ്രിവെൻറ്റഡ് മീ ഫ്രം ഡൂയിങ് ഇറ്റ്. ഇതിനകത്ത് ഏതാ V ഫോം? ING രൂപത്തിൽ ഫ്രം ഡൂയിങ് ഇറ്റ്. അപ്പോൾ അതിന് മുമ്പിൽ എന്തുണ്ട്? ഫ്രം ഉണ്ട്. അതായത് V4ന് മുമ്പിൽ ഫ്രം ഉണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ ഫ്രം എന്ന വേർബ് എന്ന ഇത് വന്നതിന് ശേഷം എന്ത്? V4 എന്ന രൂപം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ടുമോറോ, യെസ്റ്റർഡേ, ടുഡേ, ദ ഫോളോയിങ് ഡേ, ദ നെക്സ്റ്റ് ഡേ എന്നിവയ്ക്ക് ഇതിൻ്റെയൊക്കെ മുൻപിൽ ഓൺ, ഇന്ന്, അറ്റ് ഇവയൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഓൺ ദി ഫോളോയിങ് ഡേ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല.
അതുപോലെ തന്നെ നമ്മൾ അറ്റ് ഹോം എന്ന് സാധാരണയായിട്ട് പറയും. എന്നാൽ ഹോമിന് മുമ്പിൽ അറ്റ് ഉപയോഗിക്കാൻ പാടില്ല. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബ്രിങ് എ ടി വി സെറ്റ് നമ്മൾ സാധാരണ പറയുമ്പോൾ അറ്റ് ഹോം എന്ന് പറയും. പക്ഷെ അവിടെ അറ്റ് പാടില്ല. ബ്രിങ് എ ടി വി സെറ്റ് ഹോം. ഈ അറ്റ് എന്നത് വളരെ ചെറിയ സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നോ അത് വലിയ സ്ഥലത്തെയാണ്. ഗാന്ധിജി വാസ് ബോൺ അറ്റ് പോർബന്ദർ. ഇൻ അവിടെ അടുത്തത് വരുന്നതാണ് ഇൻ ഗുജറാത്ത്. അറ്റൊരു നിശ്ചിത സ്ഥലത്തെയാണ് കുറിക്കുക, ചെറിയ സ്ഥലം. അത് പോർബന്ദർ, അറ്റ് പോർബന്ദർ ഇൻ ഗുജറാത്ത്. വലിയ സ്ഥലം ഇന്ന് ചേർക്കും. അതുപോലെ തന്നെ ഈ ടേബിൾ പ്ലേസ്, വാച്ച് ഫിലിം, സ്റ്റഡി അങ്ങനെയെല്ലാം വരുന്ന സമയത്ത് അതിനുശേഷം അറ്റ് ഉപയോഗിക്കുക. അതായത് ഷീ സെറ്റ് അറ്റ് ദി ടേബിൾ അറ്റ് എ കൺസേർട്ട് അപ്പോൾ ഇവിടെ അറ്റ് ഉപയോഗിക്കുന്നു. ആഫ്റ്റർ, ലൈക്ക്, ഡിസ്കസ്, ഡിസ്ക്രൈബ്, റീച്ച്, ഓർഡർ, സെൽ, ഡിമാൻഡ്, അറ്റാക്ക്, റിസംബിൾ, റെഡിക്യൂൾ എന്നീ ട്രാൻസിറ്റീവ് വേർബ്സിന് ശേഷം ഒബ്ജക്റ്റ് നേരിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞതൊക്കെ ട്രാൻസിറ്റീവ് വേർബ്സാണ്. വേർബ് എന്താണെന്ന് പാർട്സ് ഓഫ് സ്പീച്ച് നന്നായി പഠിച്ചാൽ മാത്രമേ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് നൗണും അതുപോലെ തന്നെ പ്രോനൗൺ, അഡ്ജക്റ്റീവ്, പിന്നെ ജെൻഡേഴ്സ്, സിംഗുലർ, പ്ലൂരൽ അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഇൻ ദീസ് പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പോയറ്റ് ഡിസ്ക്രൈബ്സ്. ഈ ഡിസ്ക്രൈബ്സ് എന്ന് പറഞ്ഞ വാക്ക് വന്നു അതിന് ശേഷം ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, നേരിട്ട് ഉപയോഗിക്കും. ദ ബ്യൂട്ടി ഓഫ്, അവിടെ എബൌട്ട് ദ ബ്യൂട്ടി ഒന്നും ഉപയോഗിക്കില്ല. എന്താ ഉപയോഗിക്കുക, നേരിട്ട് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഇൻ ദിസ് പോയം. അതുപോലെ തന്നെ സേ, സജസ്റ്റ്, പ്രൊപ്പോസ്, സ്പീക്ക്, റിപ്ലൈ, എക്സ്പ്ലെയിൻ, ടോക്ക്, ലെസൺ, റൈറ്റ് ഇവയ്ക്ക് ശേഷം ടു പ്രൊപ്പോസിഷൻ ഉപയോഗിക്കണം. അതായത് he did not reply to me. ടു ആണ്, ടു എന്ന പ്രൊപ്പോസിഷനാണ് അവിടെ ഉപയോഗിക്കുക. സേ, സജസ്റ്റ്, പ്രൊപ്പോസ്, സ്പീക്ക്, റിപ്ലൈ, എക്സ്പ്ലെയിൻ, ടോക്ക്, ലിസൺ, റൈറ്റ് ഈ വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ അതിന് ശേഷം ടു എന്ന പ്രിപ്പോസിഷൻ. അപ്പോൾ നമ്മളിവിടെ പ്രിപ്പോസിഷൻ പഠിക്കണം. ഈ പ്രിപ്പോസിഷൻ പഠിച്ചാലും അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഹോമിന് മുമ്പിൽ അറ്റ് ഉപയോഗിക്കില്ല. ചിലപ്പോൾ നമ്മൾ അറ്റ് ഉപയോഗിക്കും, പക്ഷെ ഇവിടെ ചില സമയത്ത് ഉപയോഗിക്കില്ല. അപ്പോൾ റിപ്ലൈൻ്റെ ശേഷം ടു ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ടു ബി, അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻസ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് കണ്ടീഷൻസ് ഉണ്ടല്ലോ, അല്ല ഇഫ് ഐ വർ ഹി ഐ വുഡ് നോട്ട് ഡു ഇറ്റ്. ഐ വേർ ഹി ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ടെൻസ് പഠിച്ചിരിക്കണം. ടെൻസിനകത്ത് വില്ലിൻ്റെ പെർഫെക്റ്റ് ടെൻസാണ് വുഡ്. വില്ല് ഫ്യൂച്ചർ ടെൻസാണ്, അതിൻ്റെ അടുത്തത് വുഡാണ്. അതുപോലെ തന്നെ വാസിൻ്റെ പ്ലൂരൽ ഫോമാണ് വേർ. ഈ വേർബിൻ്റെ പ്ലൂരലും സിംഗുലറും മനസ്സിലാക്കണം. അതായത് ചില ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അത് നമ്മളത് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ എന്തുപയോഗിക്കും, ഐ അല്ല ഹി എന്നത് ഹിസ് അങ്ങനെ വേർതിരിവുണ്ടാവുമല്ലോ. ഷീ, ഹെർ,
അതുപോലത്തെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഹി അല്ലെങ്കിൽ ഷീ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വേർബിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് എസ് ഫോമാണ്. അതായത് ഹി ലൈക്സ്, നോട്ട് ലൈക്ക്, നോട്ട് ഹി എന്നതിൻ്റെ കൂടെ ലൈക്ക് ഉപയോഗിക്കില്ല, ബട്ട് ലൈക്സ് ആണ്. അതേ സ്ഥാനത്ത് നമ്മൾ ഐ വി ഇതിൻ്റെ കൂടെ ഏതാ ഉപയോഗിക്കുക? ലൈക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ കണ്ടീഷൻ മനസ്സിലാക്കണമെങ്കിൽ ടെൻസും മനസ്സിലാക്കണം. പിന്നെ സ്പീച്ചാണെങ്കിൽ ഈ ഇതിൻ്റെ ഈ ഫോംസും മനസ്സിലാക്കണം. പ്രിപ്പോസിഷൻ, ഒബ്ജക്റ്റ്. If a pronouns is used അതായത് ലെറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആഫ്റ്റർ ലെറ്റ് മസ്റ്റ് ബി ഇൻ ഒബ്ജക്റ്റീവ്. ലെറ്റ് യു ആൻഡ് മീ ഡു ഇറ്റ്, ഇത് ഒബ്ജക്റ്റീവ് കേസാണ്. ലെറ്റ് യു ആൻഡ് മീ ആണ് വരെ, നോട്ട് ഐ. ലെറ്റ് യു ആൻഡ് ഐ ഉപയോഗിക്കില്ല, അവിടെ മീ ആണ് ഉപയോഗിക്കുക. ദീസ് പ്രസൻസ് ആർ ഫോർ യു ആൻഡ് മീ. യുവിൻ്റെ കൂടെ മീ ആണ് ഉപയോഗിക്കുക. അതായത് യു കഴിഞ്ഞിട്ട് യു ആൻഡ് ഐ എന്ന് പറയില്ല, യു ആൻഡ് മീ ആണ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബി യു ആൻഡ് ഐ ആൻഡ് ദേ മസ്റ്റ് വർക്ക് ടുഗദർ. ഇവിടെ ബി യു ആൻഡ് ദേ ആണ് വരുന്നത്. മസ്റ്റ് അതായത് തേർഡ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് ഫസ്റ്റ് പേഴ്സൺ. അതങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 1 2 3 ഫസ്റ്റ് പേഴ്സൺ ഐ, സെക്കൻഡ് പേഴ്സൺ യു ആൻഡ് തേർഡ് പേഴ്സൺ ബി. അപ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തേർഡ് പേഴ്സൺ ആണ് ഉപയോഗിക്കുക, പിന്നെ അതിന് ശേഷം സെക്കൻഡ് പേഴ്സൺ, ലാസ്റ്റിൽ ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ 3 2 1 അങ്ങനെയാണ് ഉപയോഗിക്കുക. അടുത്തത് ഇൻഡെഫിനൈറ്റ് പ്രോനൗണിൽ വൺ മസ്റ്റ് വൺ, അതായത് വൺ എന്നത് വൺ തന്നെ ആയിരിക്കും. വൺ മസ്റ്റ് നോട്ട് ബോട്ട് ഓഫ് വൺസ് ഓൺ സക്സസ്. ഐദർ ഓർ നൈദർ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ സ്പീക്കിംഗ് രണ്ട് ആളെക്കുറിച്ച്, അതായത് സ്പീക്കിംഗ് ടു പേഴ്സൺസ് ഓർ തിങ്സ്. പിന്നെ അതുപോലെ തന്നെ എനി, നോ വൺ ആൻഡ് നൺ ഈസ് യൂസ്ഡ് സ്പീക്കിംഗ് ഓഫ് മോർ ദാൻ. രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് ഈ എനിയും നോ വണ്ണും നണ്ണും ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐദർ ഓഫ് ദീസ് ടു റോഡ്സ് ലീഡ്സ് ടു ദി റെയിൽവേ സ്റ്റേഷൻ. ഐദർ ഓഫ് ദീസ് ടു റോഡ്സ്, അവിടെ വരുന്നത് ലീഡ്സ് ആണ്. രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഐദർ പറയുന്നത്. അതായത് ടു റോഡ്സ് ആണല്ലോ അവിടെ, അപ്പോൾ അതിന് മുമ്പിൽ ഐദർ വെക്കുക. എന്നാൽ നമ്മൾ ദീസ് ദർ അങ്ങനെ ദീസ് ബോയ്സ്, അതായത് നോൺ ഓഫ് ദീസ് ബോയ്സ് ഡിഡ് ഹീസ് ഹോംവർക്ക്. ദീസ് ബോയ്സിന് വരുന്നതുകൊണ്ട് അതിന് മുമ്പിൽ അതിൻ്റെ ഈ നോ വൺ അല്ലെങ്കിൽ നണ്ണ് ഇങ്ങനെ ഉപയോഗിക്കുന്നു, അതായത് രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ. ഇനി ഐദർ, നൈദർ, ഈച്ച്, എവരി വൺ, മെനി, എന്നിവയ്ക്ക് സിംഗുലർ വേർബ് ഉപയോഗിക്കണം. ഐദർ, നൈദർ, ഈച്ച്, എവരി വൺ, മെനി. അതായത് എവരി വൺ ഓഫ് ദി ബോയ്സ് ലവ്സ് ടു പ്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു ഷീ, ഹി, അതൊക്കെ അതിൻ്റെ വേർബിൻ്റെ കൂടെ എസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ സിംഗുലർ ആണല്ലോ, അപ്പോൾ എവരി വൺ ഓഫ് ദി ബോയ്സ് എന്നത് ഉപയോഗിക്കില്ല. എവരി വണ്ണാണ് സിംഗുലർ, അതുകൊണ്ട് ലവ്സ് എന്ന് ഉപയോഗിക്കുന്നു. ഇനി ഈച്ച് ഓഫ് ദീസ് മെറ്റൽസ് ഈസ് ഫൗണ്ട് ഇൻ ഇന്ത്യ.
ഈച്ച് എന്നത് സിംഗുലറായിട്ട് വരുന്നതുകൊണ്ട് മെറ്റൽസിൻ്റെത് സെക്കൻഡ് നൗണായിട്ടുള്ള മെറ്റൽസ് ഉപയോഗിക്കില്ല, ഫസ്റ്റ് നൗണാണ്. അതുകൊണ്ട് വേർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. നൈദർ ഓഫ് ദ ടു മെൻ വാസ് എലിജിബിൾ. നൈദർ ഓഫ് ദ ടു മെൻ, ഇവിടെ വാസ് ആണ് വരുന്നത്, കാരണം നൈദർ ആണ്. ഇനി ഐദർ ഓഫ് ദ ആപ്ലിക്കൻസ് വാസ് ആണെങ്കിൽ ആപ്ലിക്കൻ വാസ് ഫൗണ്ട് ബിലോ ആവറേജ് ആണെങ്കിൽ വാസ് വന്ന കാരണം ഐദർ ഓഫ് ദ വരുന്നുണ്ട്. നെയ്തർ, ഐദർ. അതുപോലെ തന്നെ ഐദർ ദ കാർ ഓർ ദ ഡോഗ് ഹാസ് ബീൻ ദർ. ഇവിടെ ഹാസ് ബീൻ ആണ്, അത് സിംഗുലറാണ്. സിംഗുലർ വേർബ് ഉപയോഗിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ്. ഇനി രണ്ട് വസ്തുക്കൾ, വ്യക്തികൾ ഇവയെ പ്രതിപാദിക്കുമ്പോൾ ഈച്ച് അതർ. ഇനി രണ്ടിലധികം പേരെ കുറിക്കുമ്പോൾ വൺ അനദർ ഉപയോഗിക്കണം. The two brothers loved each other. Each of these boys had done his homework. അതായത് രണ്ട് വ്യക്തികൾ, വസ്തുക്കൾ. The two brothers loved. Two brothers ആണ്. Each of these boys had done his homework. Each of വരുമ്പോൾ തന്നെ അറിയാം രണ്ട് വ്യക്തികളാണ്. രണ്ടോ അതിലധികമോ പ്ലൂറൽ നൗണ് ചേർത്ത് ഘടിപ്പിക്കുമ്പോൾ അവയ്ക്ക് ഉപയോഗിക്കുന്ന പ്രൊനൗണ് പ്ലൂറൽ ആയിരിക്കും. മറ്റേതാണെങ്കിൽ സിംഗുലർ ആയിരിക്കും. ഇനി ബോത്ത് രാജു ആൻഡ് രവി ഹാവ് ഡൺ ദ ഹോംവർക്ക്. ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒരുപാട് എറേഴ്സ് നമുക്ക് ഇതിനകത്ത് ഇംഗ്ലീഷിൽ കുറേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെന്നിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ സിമ്പിൾ പാസ്റ്റാണ് ഉപയോഗിക്കുക. ബെൻ ഡിഡ് യു ലോസ്റ്റ് യുവർ പേഴ്സ്. ബെൻ ഡിഡ്, എൻ്റെ വേർബ് ഡിഡ് ആയിരിക്കും. പിന്നെ പ്രധാനമായിട്ട് ഇത് തന്നെയാണ് ഉള്ളത്. അടുത്തത് സെൻറ്റൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ. സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്, അങ്ങനെ 3 തരത്തിലുണ്ട്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ്. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വൺ സബ്ജക്റ്റ് ആൻഡ് വൺ പ്രെഡിക്കേറ്റ് ഈസ് കോൾഡ് സിമ്പിൾ സെൻറ്റൻസ്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ആണെങ്കിൽ അത് സിമ്പിൾ സെൻറ്റൻസ്. ഇനി കോമ്പൗണ്ട് ആണെങ്കിൽ എ സെൻറ്റൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 or more കോർഡിനേറ്റിംഗ് ക്ലോസസ് ഈസ് കോൾഡ് കോമ്പൗണ്ട് സെൻറ്റൻസ്. അപ്പോൾ എന്താ ഈ കോർഡിനേറ്റിംഗ് ക്ലോസ്? Each is a sentence has its own subject and predicate. Therefore, each is a clause and independent of each other. Such clauses are called coordinate clause. അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ, രാം went to the station and boarded the Bombay train. ഇവിടെ രാം വെൻറ്റ് ടു ദി സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ തന്നെ നമുക്ക് അതിനകത്ത് ഇൻഡിപെൻഡൻറ്റ് വേർഡ് ഏതാ, സെൻറ്റൻസ് ഏതാ, അല്ലാത്തത് ഏതാ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് കോംപ്ലക്സ് സെൻറ്റൻസും. അതിനകത്താണെങ്കിൽ ഒന്നിൽ കൂടുതൽ, അതായത് ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെയാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. അതിനകത്ത് രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസ് ഉണ്ടാവും. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു സബോർഡിനേറ്റ് ക്ലോസ് എങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ മെയിൻ ക്ലോസ് എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം.
While the man played the harmonium, the boys sang and the girls danced. ഇവിടെ മെയിൻ ക്ലോസസ് എന്ന് പറഞ്ഞാൽ ദ ബോയ്സ് സാങ്ങും ദ ഗേൾസ് ഡാൻസ്ഡ്. സബോർഡിനേറ്റ് ക്ലോസ് വൈൽ ദ മാൻ പ്ലേഡ് ദി ഹാർമോണിയം. ഇത്രയാണ് സെൻറ്റൻസിനകത്ത് നമുക്ക് മനസ്സിലാവും. ഇനി ഇത് ഓർഡറാണ്. ഇനി സെൻറ്റൻസ് ഓർഡറാണ്. ഇനി അടുത്ത് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് ഉണ്ട്. സെൻറ്റൻസ് ഓർഡറും കൈൻഡ്സ് ഓഫ് സെൻറ്റൻസും രണ്ടിലുണ്ട്. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസിനകത്തുള്ളത് അസർട്ടീവ്, ഇമ്പറേറ്റീവ്, എക്സ്ക്ലാമേറ്ററി ആൻഡ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഓരോന്നും മനസ്സിലാക്കുക. അസർട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റൻസ് assert or declarate something to something, so they are called assertive or declarative sentence. ഇനി അതായത് എന്തെങ്കിലും he is a good cricketer. And the next one is the imperative sentence. അതെന്ന് പറഞ്ഞാൽ a sentence which expresses a command, a request or a wish is called an imperative sentence. Shut the door. ഇതിനകത്ത് shut the door, it's a order. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പ്രസ് ഉണ്ടെങ്കിൽ അത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എ ഫൂൾ ഹീ ഈസ്, അത് എക്സാമ്പിളാണ്. അപ്പോൾ എ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസ്സസ് എ സഡൻ സ്ട്രോങ് ഫീലിംഗ് ഇസ് കോൾഡ് ആൻ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദ്യരൂപമാണ്. എക്സ്ക്ലാമേറ്ററി അതിശയരൂപത്തിൽ. അപ്പോൾ എ സെൻറ്റൻസ് വിച്ച് ആസ്ക്സ് എ ക്വസ്റ്റ്യൻ is called a interrogative sentence. Example, have you done your homework? അപ്പോൾ ഇത് ഒരു ഇംഗ്ലീഷിനകത്ത് ഉള്ള ബേസിക്കായിട്ട് റെൻ മാർട്ടിൻ പറഞ്ഞിട്ടുള്ള ഗ്രാമറുകളാണ്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം. ഓക്കെ.